ആരാധകർ കാത്തിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇന്ന് വൈകിട്ട് കൊളംബോയിൽ നടക്കും. അഭിഷേക് ശർമ്മ കളിക്കും, സഞ്ജു സാംസൺ കളിക്കില്ല. സഞ്ജു ഇന്ന് പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. ആരാധകർ കാത്തിരുന്ന പോരാട്ടം ഇന്ന് കൊളംബോയിൽ. ഇന്ത്യ പാക് മത്സരം മഴ ഭീഷണിയിൽ. അഭിഷേക് ശർമ്മ കളിക്കും, സഞ്ജു പുറത്തിരിക്കും. ശബരിമല യുവതീ പ്രവേശനം നാളെ വീണ്ടും പരിഗണിക്കാൻ സുപ്രീം കോടതി. 2018 സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജികൾ. നിലപാട് വ്യക്തമാക്കാൻ സർക്കാർ. മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനവും ഇതര മതസ്ഥരെ വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശനവും പരിഗണനയ്ക്ക്. സുന്നി ഐക്യമകലെയോ? ഐക്യത്തിന് ശ്രമം തുടരുമെന്ന് മാത്രം പ്രമേയം. പിളർപ്പിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ച് കാന്തപുരം. വിട്ടുപോയവർ മടങ്ങിവരണമെന്ന ആഹ്വാനത്തോടും അതിരൂക്ഷമായ പ്രതികരണം. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തുപോയിട്ടില്ല. അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ്. താൻ നയിക്കുന്നത് സമസ്ത തന്നെയാണെന്നും മറുപടി. പാക് ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. കാഴ്ചശക്തി 85% നഷ്ടമായി. മനഃപൂർവ്വം ചികിത്സ നിഷേധിക്കുന്നുവെന്ന ആരോപണവുമായി അനുയായികൾ. 2 മാസത്തിനകം പുതിയ ജയിലിലേക്ക് മാറ്റുമെന്ന് സർക്കാർ. കേരള കോൺഗ്രസിൽ മഞ്ഞുരുകിയോ? റോഷിയെ പ്രകോപിപ്പിക്കാതെ ജോസ് കെ മാണി. കൂടുതൽ അണിത നീക്കങ്ങൾക്കു സാധ്യത. ഇരുവരും തമ്മിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. തിരുവനന്തപുരത്ത് മോളിൽ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ നിസാര വകുപ്പിട്ട് കേസെടുത്ത് പോലീസ്. പോലീസുകാരനും സഹോദരിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. പുതുവത്സരാഘോഷത്തിനിടെ ഉണ്ടായ തർക്കത്തിലെ പ്രകോപനമെന്ന് എഫ്ഐആർ. പോലീസ് ഉദ്യോഗസ്ഥന് മോളിൽ വെച്ച് മർദ്ദനമേൽക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. ആലിൻ ഷെറിൻ എബ്രഹാമിന് വിട ചൊല്ലാൻ നാട്. ഉച്ചവരെ നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിൽ പൊതുദർശനം. സംസ്കാരം വൈകിട്ട് 3:30. വിടവാങ്ങുന്നത് അവയവദാനത്തിലൂടെ 4 പേർക്ക് പുതുജീവനേകി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ. ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാൻ സർക്കാരിന് സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. ഇന്ത്യ പാക് പ്രധാനമന്ത്രിമാരെ ക്ഷണിച്ച് BNP. മോദി പങ്കെടുത്തേക്കില്ല. രാജ്യതാൽപര്യങ്ങൾ മുൻനിർത്തിയാകും വിദേശ നയമെന്ന് താരിഖ്. ഇന്ന് മഹാശിവരാത്രി. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ. ബലിതർപ്പണത്തിനൊരുങ്ങി ആലുവ, മണപ്പുറം. ഇഷ ഫൗണ്ടേഷനിലടക്കം ശിവാലയങ്ങളിലേക്ക് ജനപ്രവാഹം. വിശദമായ വാർത്തകളിലേക്ക് കടന്നാൽ, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന 2018 സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജികളാണ് നാളെ പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. ഹർജി പരിഗണിക്കേണ്ട ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിലും 9-അംഗ ബെഞ്ചിൽ കേസിൽ വാദം എന്ന് തുടങ്ങണം എന്നതിലും തീരുമാനമുണ്ടാകും. സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ യുവതീ പ്രവേശനത്തിൽ സർക്കാരിന് നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇതിലെന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. 2019 ശേഷം ആദ്യമായാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് കോടതി പരിഗണിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഇത് സംബന്ധിച്ച 2018 വിധിയെ ചോദ്യം ചെയ്യുന്ന ഹർജികൾ 2019 വരെ പരിഗണിച്ചിരുന്നു. പിന്നീട് നമുക്കറിയാം, കോവിഡ് മഹാമാരിയൊക്കെ വന്നതിനെ തുടർന്നാണ് ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ കൂടി ഉണ്ട്. അതിലൊന്ന്, ഈ ലീഡ് പെറ്റീഷണറായിട്ടുള്ള ലിസ്റ്റിലുള്ളത് തന്ത്രി കണ്ഠരര് രാജീവരനാണ്. അദ്ദേഹം സ്വർണ്ണക്കൊള്ളക്കേസിൽ നിലവിൽ ജയിലിലാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. പുനഃപരിശോധന ഹർജി ആദ്യം പരിഗണിച്ച വേളയിൽ യുവതീ പ്രവേശനത്തിനായി വാദിച്ച് സുപ്രീം കോടതിയിലെത്തി ഏറ്റവും അധികം നീക്കം നടത്തിയ വ്യക്തികളിൽ ഒരാൾ എൻ വാസുവാണ്. മുൻ ദേവസ്വം കമ്മീഷണർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹവും സ്വർണ്ണക്കൊള്ളക്കേസിൽ മാസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് കഴിഞ്ഞ ദിവസം ജാമ്യത്തിലിറങ്ങിയത്. 38-ാമത്തെ ഹർജി
ഇതുമായി ബന്ധപ്പെട്ട് നൽകിയത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനാണ്. നമുക്കറിയാം അദ്ദേഹം ആണ് ആദ്യ കോൺഗ്രസ് നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത്. അദ്ദേഹം ഇന്ന് ജീവനോടെ ഇല്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾക്ക് ശേഷമാണ് 2026 ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ER രാഗേഷ് വിവരങ്ങളുമായി ചേരും. രാഗേഷ്, നാളെ ഒരുപക്ഷെ ഇപ്പോൾ സർക്കാരിന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നാളെ ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കേണ്ട സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തിയേക്കില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് വീണ്ടും പരിഗണിക്കാൻ മാറ്റിവെച്ചാൽ അത് തീർച്ചയായും സർക്കാരിന് ഒരു വല്ലാത്ത ടാസ്ക്കായി മാറും. നേരത്തെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടെടുക്കുകയും നവോത്ഥാനം അതിലൊക്കെ സൃഷ്ടിക്കുകയും ചെയ്ത സർക്കാരാണ് ഇത്. പിന്നീട് കാര്യങ്ങൾ മാറിയെങ്കിലും എന്ത് പ്രതീക്ഷിക്കണം നാളെ കോടതിയിൽ? രഞ്ജിത്ത്, ശബരിമല യുവതീ പ്രവേശനം വീണ്ടും ചർച്ചയാവുകയാണ്, അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്. കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷം സർക്കാരിനെതിരെ വലിയ ആയുധമാക്കുന്നുണ്ട്. അതിനിടയിലാണ് യുവതീ പ്രവേശനം ചർച്ചകളിലേക്ക് വരുന്നത്. നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്നത്. ഏതായാലും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ഒപ്പം തന്നെ ജോയ്മാല ബാഗ്ചി, വിപിൻ പഞ്ചോലി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് നാളെ ഈ കേസ് പരിഗണിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനം അടക്കം സ്ത്രീ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങളുള്ള ഒരു കൂട്ടം ഹർജികളാണ് ഏതായാലും നാളെ കോടതി പരിഗണിക്കുക. 44ാമത്തെ കേസായാണ് നാളെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വിശദമായ വാദത്തിലേക്ക് ഏതായാലും നാളെ കടക്കില്ല. ഏതായാലും കോടതിക്ക് മുമ്പിലുള്ള കടമ്പകൾ അല്ലെങ്കിൽ കോടതി ആദ്യം ചെയ്യുന്ന നടപടികൾ ഇപ്രകാരമായിരിക്കും. കാരണം 9 അംഗ ഭരണഘടനാ ബെഞ്ച് നേരത്തെ ഈ ഹർജി പരിഗണിച്ചിരുന്നതാണ്. അന്ന് SA ബോബ്ഡെ ആയിരുന്നു ചീഫ് ജസ്റ്റിസ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് കോവിഡ് അടക്കമുള്ള സാഹചര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കേസിൽ വാദം പൂർത്തിയായിരുന്നില്ല. പിന്നീട് അതിന് മുകളിലുള്ള വാദവും നടക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ബെഞ്ച് 9 അംഗ ബെഞ്ച് പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ ഈ ഹർജി പരിഗണിക്കുന്ന ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള 3 പേർ ഈ ബെഞ്ചിന്റെ ഭാഗമാകും. ഇതുൾപ്പെടെ 6 പേർ, അടുത്ത 6 പേർ ആരാണെന്ന് അറിയേണ്ടതുണ്ട്. അങ്ങനെ ബെഞ്ച് പുനഃസംഘടിപ്പിക്കുന്ന നടപടിയിലേക്കായിരിക്കും ആദ്യം കടക്കുക. രണ്ടാമതായി ഈ കേസിൽ ഇന്ന് വാദം കേൾക്കാവുന്ന തീരുമാനത്തിലേക്ക് കോടതി കടക്കും. സ്വാഭാവികമായും ഇതിൽ കക്ഷികളുടെ ഒക്കെ തന്നെ നിലപാട് ആരാഞ്ഞ ശേഷമായിരിക്കും കോടതിയുടെ ഭാഗത്ത് ഒരു നീക്കം ഉണ്ടാവുക. ഒരുപക്ഷെ മാർച്ച് ആദ്യവാരമോ അല്ലെങ്കിൽ ഏപ്രിലോ ആയി വാദം കേൾക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും കേരളത്തിൽ അത് വലിയ ചലനങ്ങൾ ഉണ്ടാകും. സർക്കാർ രഞ്ജിത്ത് സൂചിപ്പിച്ചപ്പോൾ തന്നെ നിലപാട് പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും. കാരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലമാണ്. നേരത്തെ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്താണെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. 2017-ലും 2018-ലും സ്ത്രീ പ്രവേശനത്തിന് അനുകൂല നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. LDFന് വലിയ തിരിച്ചടി ഏറ്റതിൽ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ബാധിച്ചുവെന്ന് പിന്നീട് CPM തന്നെ വിലയിരുത്തുകയും ചെയ്തതാണ്. അതിനുശേഷം CPMന്റെ നിലപാട് പലപ്പോഴായി മാറ്റിയിട്ടുണ്ട്. വിശ്വാസ സംരക്ഷണമാണ് CPM വിശ്വാസ സംരക്ഷണത്തിനൊപ്പമാണ് നിലപാടൊക്കെ തന്നെ സംസ്ഥാന സെക്രട്ടറി NB ഗോവിന്ദൻ മാഷൊക്കെ തന്നെ ആവർത്തിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സർക്കാർ എന്തു പറയും? ഈ സ്വാഭാവികമായും വാദം കേൾക്കുമ്പോൾ സർക്കാർ നിലപാട് പറയേണ്ടി വരും, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം വരും. സ്വാഭാവികമായും പ്രതിപക്ഷം അത്തരം വാദം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഇനി സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ നിർണായകമാണ്. പ്രത്യേകിച്ച് NSSന് അടക്കം ഇപ്പോൾ സർക്കാരിനോട് അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മുൻ നിലപാട് മാറ്റി, സർക്കാർ ആ നിലപാട് മാറ്റിയെന്ന് പലപ്പോഴായി G സുകുമാരൻ നായർ അടക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് നിലപാടായിരിക്കും? പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമോ, അതോ പുതിയ നിലപാട് ആവർത്തിക്കുമോ എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ദേവസ്വം ബോർഡും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് നിർണായകമാണ്. ഏതായാലും വലിയ വാദങ്ങളിലേക്ക് നാളെ കടക്കില്ല. പക്ഷേ കേസ് എന്ന് വാദം കേൾക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത ഏതായാലും നാളത്തോടു കൂടി ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ ഏതായാലും ലഭിക്കുന്ന സൂചന അനുസരിച്ച് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ വാദം കേൾക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണത്തേതുപോലെ ഫെബ്രുവരി അവസാന വാരത്തോടു കൂടിയുള്ള പ്രഖ്യാപനത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ കുറവാണ്. കാരണം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഫെബ്രുവരി അവസാന വാരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്, ചീഫ് ഇലക്ടറൽ ഓഫീസർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഫെബ്രുവരി അവസാന വാരം കമ്മീഷൻ കേരളത്തിൽ എത്തുമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തെത്തി ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയ ശേഷമായിരിക്കും ഒരു പ്രഖ്യാപനത്തിലേക്ക് പോവുക. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ നാളുകളിലായിരിക്കും ഈ കേസിൽ സുപ്രീം കോടതിയിൽ വാദം നടക്കുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും സംസ്ഥാന സർക്കാർ നിലപാട് സ്വാഭാവികമായും പ്രഖ്യാപിക്കേണ്ടി വരും, അറിയിക്കേണ്ടി വരും. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടി വരും എന്നുള്ളതാണ് സർക്കാരിന് പോലുള്ള വലിയൊരു വിഷയം. നാളെ ഈ കേസ് പരിഗണിക്കുകയാണ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് നമുക്കറിയാം 2019 ശേഷം കോവിഡിൻ്റെ വലിയൊരു മഹാമാരിയൊക്കെ നിൽക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട പരിഗണിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം നിയമസഭാ ഹർജികൾ കേൾക്കുമെന്ന സൂചനകൾ
നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നിരുന്നു. ചീഫ് ജസ്റ്റിസ് അടക്കം ഈ വിഷയത്തിൽ ചില നിലപാടുകൾ വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. ജസ്റ്റിസ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സുപ്രീം കോടതി ശബരിമല കേസ് കേൾക്കുകയാണെന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ ഒന്നായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, നമുക്കറിയാം ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് പ്രധാനമാണ്. ഇത് മാത്രമല്ല, മറ്റു ചില പ്രധാനപ്പെട്ട കേസുകൾ കൂടി, അതായത് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനം, അന്യ മതസ്ഥരിൽ നിന്ന് വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകളുടെ അമ്പലങ്ങളിലെ പ്രവേശനം, അങ്ങനെ ഈ ക്ഷേത്രപ്രവേശനങ്ങളുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങളിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ കൂടി കോടതിയുടെ പരിഗണനയിലുണ്ട് അല്ലേ? അത് രഞ്ജിത്ത്, ഏതാണ്ട് 67 ഹർജികളാണ് നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. അത് ശബരിമല സ്ത്രീ പ്രവേശനം മാത്രമല്ല. കാരണം ആ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പുനഃപരിശോധന ഹർജിയിൽ സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്തിട്ടില്ല. പകരം ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നത് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഹർജികൾ, അതായത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, മതാചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ കോടതിക്ക് എത്രമാത്രം അധികാരമുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക, അതാണ് ഈ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നത്. അതിൽ ഏതാണ്ട് തീരുമാനം വൈകുകയാണ്. ഏതാണ്ട് 5 വർഷം മുമ്പാണ് ഈ കേസ് ഏറ്റവും അവസാനമായി പരിഗണിക്കുന്നത്. 2019 അന്ന് ബോബ് ഡേ ആയിരുന്നു ചീഫ് ജസ്റ്റിസ്. സ്വാഭാവികമായും ആ കേസിൽ വാദം കേട്ടതാണ്. പക്ഷേ അതിനുശേഷം പ്രത്യേക സാഹചര്യം, പ്രത്യേകിച്ച് കോവിഡ് അടക്കമുള്ള സാഹചര്യം വന്നു. അതിനുശേഷമാണ് ഈ ഹർജികൾ പരിഗണിക്കാൻ വന്നത്. മാത്രമല്ല, അന്ന് ആ ബെഞ്ചിലുണ്ടായിരുന്ന ഏക വ്യക്തി നിലവിലെ ചീഫ് ജസ്റ്റിസായ സൂര്യകാന്താണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ അദ്ദേഹം ആ ബെഞ്ചിൽ അവശേഷിക്കുന്ന വ്യക്തി അദ്ദേഹമാണ്. സ്വാഭാവികമായും അദ്ദേഹം നയിക്കുന്ന ബെഞ്ചിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ പോകുന്നു നാളെ. ഒപ്പം തന്നെ കക്ഷികളുടെ കൂടി അഭിപ്രായം ആരാഞ്ഞ ശേഷം ഈ കേസിൽ വാദം കേൾക്കാൻ തീരുമാനിക്കുന്നു. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടി തുടർച്ചയായി ഒരു പക്ഷേ കോടതി വാദം കേൾക്കാം. കേരളത്തിൽ അത് തെരഞ്ഞെടുപ്പ് കാലമാകുമെന്ന കാര്യത്തിലും സംശയമില്ല. കാരണം കേരളത്തിൽ കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ ആദ്യ വാരത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഒരു പ്രചാരണ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ തന്നെയായിരിക്കും ഈ കേസ് കൂടി പരിഗണനയ്ക്ക് വരിക. ഏതായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട കേസ് മാത്രമല്ല പരിഗണനയ്ക്ക് വരുന്നത്. ഏതാണ്ട് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ഹർജികൾ, ഏതാണ്ട് 67 ഹർജികളിലാണ് കോടതി ഒരു തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നത്. അതിന്റെ അടുത്ത ഘട്ടം നടപടി എന്ന നിലയ്ക്കാണ് ബെഞ്ച് പുനഃസംഘടിപ്പിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ തുടർച്ചയായി വാദം കേൾക്കാൻ പോകുന്നതും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട ER രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഈ പറഞ്ഞതുപോലെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിർണായകമായ ഹർജി തന്നെയാണ് നാളെ കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യ പാക് ഐതിഹാസിക പോരാട്ടം. നമുക്കറിയാം, എന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം ക്രിക്കറ്റ് ആരാധകർ വല്ലാതെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. വൈകാരിക തലത്തിലേക്ക് പലപ്പോഴും അത്തരം പോരാട്ടങ്ങൾ മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ കൊളംബോയിൽ റൺസ് ഒഴുകുമോ അതോ മഴ പെയ്യുമോ എന്നുള്ളതാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം. ലോകകപ്പിൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ മഴയാണ് പ്രധാന ആശങ്ക. പ്രേമദാസ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് കാത്തിരുന്ന ഈ പോരാട്ടം. ബഹിഷ്കരണ ഭീഷണിയും മറ്റ് വിവാദങ്ങളുമൊക്കെ മറികടന്നാണ് നമുക്കറിയാം ലോകകപ്പിലെ ആവേശകരമായ ഈ മത്സരത്തിന് അരങ്ങൊരുങ്ങിയത്. നേരത്തെ ഇന്ത്യയുമായി കളിക്കാനില്ല എന്ന് പാകിസ്ഥാൻ പറഞ്ഞ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് ബംഗ്ലാദേശിൻ്റെ ലോകകപ്പിലെ ക്രിക്കറ്റ് മത്സരങ്ങൾ അവർക്ക് അതിൽ നിന്ന് പിന്മാറിയതുമായി ബന്ധപ്പെട്ടാണ്. അത് വലിയൊരു പ്രശ്നമായി മാറി. പിന്നീട് നിരവധി ചർച്ചകൾ നടന്നു. ഏറ്റവും ഒടുവിൽ പാക് സർക്കാർ ഇടപെട്ട് ഇത്തരമൊരു പോരാട്ടത്തിന് പച്ചക്കൊടി വീശുകയായിരുന്നു. എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ല എന്നാണ് സൂചന. രാവിലെ മുതൽ കനത്ത മഴയ്ക്ക് അവിടെ സാധ്യതയുണ്ട് എന്ന് പ്രവചനമുണ്ട്. വൈകിട്ട് ശക്തി കുറയും. കളി പൂർണ്ണമായും ബാധിക്കില്ല എങ്കിൽ പോലും ഗ്രൂപ്പ് എയിൽ കുറച്ച് കളി മുടങ്ങിയേക്കുമെന്നാണ്. ഗ്രൂപ്പ് എയിൽ നമുക്കറിയാം ഇരു ടീമുകളും ആദ്യം 2 കളി ജയിച്ചു. റൺ നിരക്കിൽ ഇന്ത്യ ഒന്നാമത് തുടരുകയാണ്. സൂപ്പർ 8ലേക്ക് ഇരു ടീമുകളും ഏറെക്കുറെ അടുത്ത പശ്ചാത്തലമുണ്ട്. ഇന്ന് ജയിക്കുന്ന ടീം 1ാം സ്ഥാനക്കാരായി മുന്നേറും എന്ന കാര്യത്തിലും സംശയമില്ല. പാകിസ്ഥാൻ്റെ 2 മത്സരങ്ങളും കൊളംബോയിലായിരുന്നു. ലങ്കയിലാണ് അവരുടെ എല്ലാ മത്സരങ്ങളും നടക്കുന്നത്. അതിനാൽ അവർക്ക് സാഹചര്യങ്ങളുമായൊക്കെ ഒന്ന് പൊരുത്തപ്പെടുന്ന കാര്യത്തിൽ പ്രശ്നമില്ല. പക്ഷേ ഇന്ത്യ കൊളംബോയിൽ ആദ്യ കളിക്കാണ്. പക്ഷേ ഇന്ത്യക്കും ശ്രീലങ്കയിലെ പിച്ചുകൾ അത്ര അന്യമല്ല. ലോകകപ്പിൽ ഇതുവരെ പാകിസ്ഥാനോട് ഇന്ത്യ തോറ്റിട്ടില്ല എന്നൊരു റെക്കോർഡ് കൂടി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പനി കാരണം അവസാന കളിയിൽ ഇറങ്ങാതിരുന്ന ഓപ്പണർ അഭിഷേക് ശർമ്മ അണുബാധയൊക്കെ ആയിരുന്നു കാരണം. അഭിഷേക് ശർമ്മ കളിക്കാൻ ഇറങ്ങുന്നു എന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്. അഭിഷേക് തിരിച്ചെത്തുകയാണ്. അതിൻ്റെയൊക്കെ വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച് സഞ്ജു പുറത്തിരിക്കും. ഹരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരും. ഹരി, ഒരുപാട് ആകാംക്ഷയുണ്ട് ഈ മത്സരത്തിന്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? രാവിലെ മുതൽ മഴയുണ്ടാകുമെന്നായിരുന്നു പ്രവചനമൊക്കെ. അങ്ങനെ ഒരു സാഹചര്യമാണോ? കാലാവസ്ഥ പ്രതികൂലമാണോ അവിടെ?
രഞ്ജിത്ത്, നമുക്കറിയാം ഏറ്റവും ഗംഭീരമായ പോരാട്ടം, T20 ലോകകപ്പിൽ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടം, എല്ലാവരും ഉറ്റുനോക്കുന്ന പോരാട്ടം ഇന്ത്യ പാകിസ്ഥാൻ. ഒരുപാട് നാളുകളായിട്ട് ഈ മത്സരം ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറുകയാണ്. കളിയിലേക്ക് വരുമ്പോഴേക്കും കാലാവസ്ഥ പ്രതികൂലമാണ്. ഒരു മഴയുടെ സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ മത്സര സമയമാകുമ്പോഴേക്കും ഇത് മാറും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഇങ്ങനൊരു ഓവർകാസ്റ്റ് കണ്ടീഷൻസ് ഉണ്ട് കൊളംബോയില്. പക്ഷെ എന്നാൽ പോലും മത്സരങ്ങൾ അങ്ങനെ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഇന്ന് ഉണ്ടാകുന്നതാണ് വിശ്വസിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളികൾക്ക് തിരിച്ചടി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ സഞ്ജു സാംസൺ ഉണ്ടാവില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത്. സഞ്ജു സാംസൺ ഈ മത്സരത്തിൽ മാറിയിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ നമീബിയക്കെതിരായിട്ടുള്ള മത്സരത്തിൽ സഞ്ജു ഇറങ്ങിയിരുന്നു. അത് അഭിഷേക് ശർമ്മയ്ക്ക് പകരക്കാരനായിട്ടാണ് ഇറങ്ങിയത്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ അഭിഷേക് ടീമിലേക്ക് തിരികെ വരികയാണ്. അപ്പൊ അതോടുകൂടി സഞ്ജു സാംസൺ ടീമിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല കൊളംബോയിലാണ് മത്സരം, പ്രേംദാസ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ബൗണ്ടറികൾ വലുതാണ്, 70 മീറ്ററോളം വരും ബൗണ്ടറി ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ ഗ്രൗണ്ടാണ്. അപ്പൊ സ്പിന്നേഴ്സിന് ഇനിയും കൂടുതൽ സാധ്യത, പ്രത്യേകിച്ച് വിക്കറ്റ് സിംബാബ്വെ ഓസ്ട്രേലിയ മത്സരം നടന്ന സെയിം വിക്കറ്റ് തന്നെയാണെന്നാണ് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ മത്സരം സിംബാബ്വെയാണ് ജയിച്ചത്. അതായത് മൈറ്റി ഓസീസിനെ തകർത്തുകൊണ്ട് സിംബാബ്വെ ജയിച്ച മത്സരമാണ്. അപ്പോൾ അതുപോലും സാക്ഷ്യം വഹിച്ച ഗ്രൗണ്ടിലാണ് ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നത്. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 7-1 നിലവിൽ ലോകകപ്പിൽ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാനിൽ നിൽക്കുന്നത്. 8 മത്സരങ്ങളിൽ 7 മത്സരങ്ങൾ ജയിച്ചത് ഇന്ത്യയാണ്, 8 മത്സരം ജയിച്ച പാകിസ്ഥാൻ. പക്ഷെ ചരിത്രത്തിന്റെ ആ റെക്കോർഡ് നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നത്. കാരണം ഒരു പുതിയ പാകിസ്ഥാൻ ടീമിനെയാണ് നമ്മൾ ഇത്തവണ കാണുന്നത്. പാകിസ്ഥാൻ ഓരോ ബൗളേഴ്സിനെ എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ച് കളിക്കണം എന്ന് പോലും ഇന്ത്യൻ ബൗളേഴ്സ്, ഇന്ത്യൻ ബാറ്റർമാരെ പഠിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. പ്രത്യേകിച്ച് ഉസ്മാൻ താരിഖ് എന്ന പാകിസ്ഥാന്റെ ട്രംപ് കാർഡ്. കഴിഞ്ഞ 23 മത്സരങ്ങളിൽ പാകിസ്ഥാന് വേണ്ടി കളിച്ച ഉസ്മാൻ താരിഖ് എല്ലാ മത്സരങ്ങളിലും വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഉസ്മാൻ താരിഖിനെ തന്നെയാണ് ഇന്ത്യൻ ബാറ്റർമാര് പ്രധാനമായും കഴിഞ്ഞ നെറ്റ്സിൽ പരിശീലിച്ചത്. സൂര്യകുമാർ യാദവ് ഉസ്മാൻ താരിഖിന്റെ അതേ ആക്ഷനിൽ പന്തെറിയുന്നതും അത് കളിക്കാൻ വേണ്ടി ഇഷാൻ കിഷനും ശിവം ദൂബെയും പോലുള്ള ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാർ കളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ നെറ്റ്സിൽ ഈ സെഷനിൽ ഉസ്മാൻ താരിഖിന് വേണ്ടി മാത്രമായിട്ടൊരു പ്രത്യേക സെഷൻ നടത്തി. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഹസ്തദാന വിവാദമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഹസ്തദാനം എന്നുള്ള പരിപാടി ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിൽ തന്നെ ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോ ഇന്ത്യ അണ്ടർ-19 മത്സരത്തിൽ എടുത്തു നോക്കിയാൽ പോലും ഇന്ത്യൻ ജൂനിയേഴ്സ് പോലും ഈ ഹസ്തദാനം വിവാദത്തിൽ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ സൂര്യകുമാർ യാദവിനോട് ചോദ്യം ചോദിച്ചപ്പോഴേക്കും നിങ്ങൾ മത്സര സമയത്ത് കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോഴും അവിടെയും ഒരു സസ്പെൻസ് ഫാക്ടർ ഇന്ത്യൻ ക്യാപ്റ്റൻ നിലനിർത്തുന്നുണ്ട്. അപ്പോഴും വേണമോ വേണ്ടിയോ എന്ന കാര്യത്തിൽ ഒരു തർക്കം വരുന്നില്ല. ഇനി ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോഴേക്കും സഞ്ജു സാംസൺ മാറി നിൽക്കാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു എക്സ്ട്രാ സ്പിന്നറായ വാഷിംഗ്ടൺ സുന്ദർ ടീമിലേക്ക് ഇടം പിടിക്കാനുള്ള സാധ്യതയും കൂടിയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിങ്കു സിംഗ് ആയിട്ട് മാറി നിൽക്കുക. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളിലായിട്ട് ഫോം ഔട്ട് നിൽക്കുകയാണ് റിങ്കു സിംഗ്. പ്രത്യേകിച്ച് T20 ലോകകപ്പിലേക്ക് വരുമ്പോഴേക്കും 2 മത്സരങ്ങൾ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് മികച്ച പ്ലെയേഴ്സ് ഇപ്പോഴും ഡഗൌട്ട് ഇരിക്കുമ്പോഴേക്കും. ഹരി, തുടരുക. ഇപ്പോൾ ശ്രീ പി രംഗനാഥൻ, ക്രിക്കറ്റ് വിദഗ്ധൻ, അദ്ദേഹം ടെലിഫോണിലുണ്ട്. ശ്രീ രംഗനാഥൻ, എപ്പോഴും കാത്തിരിക്കുന്ന മത്സരമാണ് ഇന്ത്യ പാക് മത്സരം. ഇത്തവണ കുറച്ചുകൂടി ആവേശം കൂടും, കാരണം ഒരു ബഹിഷ്കരണമൊക്കെ കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാൻ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നത്. കൈ കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ചർച്ച നടക്കുന്നത്. എന്താണ് താങ്കളുടെ ഒരു കാത്തിരിപ്പിലെ പ്രതീക്ഷ? അല്ല, പാകിസ്ഥാൻ ഈ അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ പരാജയത്തോട് പരാജയമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വലിയ ആവേശത്തിന്റെ ആവശ്യമില്ല. കാരണം ഇന്ത്യ സ്വാഭാവികമായിട്ട് മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്ന നമുക്ക് അനുമാനിക്കാം. കാരണം ഇതുവരെയുള്ള പാകിസ്ഥാന്റെ പെർഫോമൻസും ഇതുവരെയുള്ള അവരുടെ പെരുമാറ്റ രീതിയും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും അവർ ഏഷ്യ കപ്പ് നേടിയപ്പോൾ അവരുടെ പ്രസിഡന്റ് തന്നെ ആ കപ്പുമായിട്ട് ഓടിപ്പോയ അവസ്ഥ വരെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഒരു മത്സരം കൂടുതൽ ആവേശകരമാവണമെങ്കിൽ അത് പാകിസ്ഥാന്റെ രീതിയിലുള്ള ഒരു പെർഫോമൻസ് മികവുമായിരിക്കും. എങ്കിൽ തന്നെയും ഇന്ത്യയുടെ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് മികച്ച റെക്കോർഡ്സ് ആണുള്ളത്. സൂര്യകുമാർ നയിക്കുന്ന ടീം അത് ഹസ്തദാനം നൽകാതിരുന്നാലും ഇല്ലെങ്കിലും പാകിസ്ഥാന് ഒരു വലിയ അടിയായിട്ട് തന്നെ മാറും. എങ്കിൽ തന്നെ ലോകകപ്പാണ്, ക്രിക്കറ്റാണ്, നമുക്ക് പ്രവചനം സാധ്യമല്ല. മികച്ച രീതിയിൽ കൂടുതൽ ആവേശത്തോടു കൂടി ഇന്ത്യ പാകിസ്ഥാനെതിരെ പോരാടുന്നുള്ളത് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ ഇന്ത്യൻ താരങ്ങളുടെ പെർഫോമൻസ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു മത്സരം നമുക്കത് ലോകകപ്പിൽ ഈ ലീഗ് റൗണ്ട് മത്സരത്തിൽ അതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ അഭിഷേക് ശർമ്മ കളിക്കും, അത് പാക് ക്യാപ്റ്റൻ അഭിഷേക് ഗ്രൗണ്ടിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അഭിഷേക് കളിക്കുമെന്നല്ല സൂര്യകുമാർ വ്യക്തമാക്കി. സഞ്ജു പുറത്തിരിക്കും. സഞ്ജുവിന് വീണ്ടും നിരാശയാണ്. സഞ്ജു നമ്മൾ പ്രതീക്ഷയ്ക്കൊത്ത ഒരു പെർഫോമൻസ്
കാഴ്ചവെക്കുന്ന ഒരു പ്രകടനമല്ല ഇതുവരെ കാഴ്ചവെച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ചൊരു അവസരമായിരുന്നു. 3 സിക്സുകളും ഒരു ബൗണ്ടറിയൊക്കെ പായിച്ചതിന് ശേഷം അദ്ദേഹം ഔട്ടാവുന്ന ഒരു രീതി. പക്ഷെ അതൊരു പ്രൊഫഷണൽ അപ്രോച്ചായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഒരു ബാറ്റ് പാച്ച് തീർച്ചയായിട്ടും എല്ലാ സീസണിലും ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് മറികടക്കേണ്ട ഒരു കാര്യമായിരുന്നു സഞ്ജുവിൻ്റെത്. അത് പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയ്ക്കൊത്ത് അദ്ദേഹത്തിന് ഉയരാൻ സാധിച്ചില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചീത്ത അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ഒരു കാലമായിട്ട് മാറുന്നു. അത് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ അഭിഷേക് ശർമ്മ അങ്ങനെയല്ല. ഒരു യുവ താരം, അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ബാറ്റിംഗ് ശൈലി, പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെയൊക്കെയുള്ള ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ളൊരു അഡ്വാൻറ്റേജ്, അതുമാത്രമല്ല ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഷൈൻ അഫ്രീദിനെയൊക്കെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് മികവ്, അദ്ദേഹത്തിനെതിരെയുള്ള ബാറ്റിംഗ് മികവ്. അപ്പൊ അത് രീതിയിലുള്ള ഒരു തുടക്കം ഇഷാന്ത് ശർമ്മയും അഭിഷേക് ശർമ്മയും ആദ്യത്തെ പവർ പ്ലേയിൽ നൽകുകയാണെങ്കിൽ ഇന്ത്യ ആ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ലൊരു പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കും. ശരി രംഗനാഥൻ, ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. നമുക്കറിയാം, ഇന്നലെയാണ് അഭിഷേക് ശർമ്മ പാകിസ്ഥാനെതിരെ കളിക്കുമോ ഇല്ലേ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. കളിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആകെയാണ്. ഭക്ഷ്യവിഷബാധയുണ്ടായതിനെ തുടർന്നാണ് അഭിഷേക് കഴിഞ്ഞ മത്സരങ്ങളിൽ കളിക്കാതിരുന്നത്. നമീബിയക്കെതിരെ കളിക്കാൻ ഇറങ്ങിയിരുന്നില്ല. അതേസമയം അഭിഷേക് കളിക്കുമെന്ന് പ്രതീക്ഷയെന്ന് സൽമാൻ ആഗ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. തൊട്ടു പിന്നാലെ അദ്ദേഹം പറഞ്ഞത് അഭിഷേക് നാളെ കളിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറട്ടെ എന്നും പറഞ്ഞു. ഏറ്റവും മികച്ചവർക്കെതിരെ കളിക്കാനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് എന്നും സൽമാൻ ആഗ പ്രതികരിച്ചു. തൊട്ടു പിന്നാലെ നമുക്കറിയാം, ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അവനെ വേണമെങ്കിൽ അവൻ നാളെ ഗ്രൗണ്ടിൽ ഉണ്ടാകും എന്ന് പാകിസ്ഥാന് മറുപടി നൽകുന്നതും നമ്മൾ കണ്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം, 2 വാർത്താ സമ്മേളനങ്ങളിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചത്. അത് ആരാധകർക്ക് വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, അഭിഷേക് ശർമ്മ എല്ലാ മത്സരങ്ങളിലും വലിയ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു താരമായി വളർന്ന സാഹചര്യം കൂടിയുണ്ട്. അഭിഷേക് ഇല്ലാതിരിക്കുന്നത് ഇന്ത്യക്ക് വലിയ നഷ്ടമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്ന് പാകിസ്ഥാനെതിരെ അഭിഷേക് ഗ്രൗണ്ടിൽ ഉണ്ടാകുമെന്നത് ശുഭസൂചകമാണ്. മറ്റൊരു വാർത്ത അത് പുറത്തു വരുന്നത് ക്യാപ്റ്റൻസിയിൽ നിന്ന്. നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആർക്കും സംശയമില്ല, അത് MS ധോണിയാണ്. സൗരവ് ഗാംഗുലിയിൽ നിന്ന് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുമ്പോൾ ധോണിക്ക് മുന്നിൽ ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു. നമുക്കറിയാം, ടീമിനെ വാർത്തെടുക്കുക, മികച്ച ബൗളർമാരെയും ബാറ്റ്സ്മാൻമാരെയും കണ്ടെത്തുക, ടീമിനെ സെറ്റാക്കുക എന്നുള്ളത്. അങ്ങനെ ഏതാണ്ട് എല്ലാ ICCയുടെ ഏതാണ്ട് എല്ലാ കിരീടങ്ങളും നേടിയാണ് ധോണി ക്യാപ്റ്റൻസിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യൻ ടീമിനെ 1-ാം നമ്പർ ടീമാക്കുന്നതിൽ ധോണി വഹിച്ച പങ്ക് ചെറുതല്ല. ഇന്ത്യക്ക് എല്ലാ ICC കിരീടങ്ങളും ധോണി നേടിത്തന്നു. 2017 ജനുവരിയിലാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻസി ചുമതലയിൽ നിന്ന് ധോണി ഒഴിയുന്നത്. 2014 ടെസ്റ്റ് ക്യാപ്റ്റൻസി ധോണി വിരാട് കോഹ്ലിയെ ഏൽപ്പിച്ച പശ്ചാത്തലം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ ധോണി ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ആ സമയത്തുണ്ടായിരുന്നു. സ്വയം ധോണി തീരുമാനിച്ചല്ല അന്ന് ഇറങ്ങിയത് എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അന്നത്തെ മുഖ്യ സെലക്ടർ MSK പ്രസാദിനൊപ്പം ഉണ്ടായിരുന്ന ജതിൻ പരഞ്ച്പേ ആണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഒരു അഭിമുഖത്തിൽ നൽകിയിരിക്കുന്നത്. BCCയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ധോണിയുടെ പടിയിറക്കമെന്നാണ് ജതിൻ പരഞ്ച്പേ പറയുന്നത്. ദ ഗ്രേറ്റ് ക്രിക്കറ്റ് ഇന്ത്യൻ ഷോയിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു സമയത്ത് മഹേന്ദ്ര സിംഗ് ധോണി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മണിക്കൂറുകളോളം. അപ്പോൾ MS പ്രസാദും താനും കൂടി ചെന്ന് പറഞ്ഞു, ഏറ്റവും ബഹുമാനത്തോടെ പറഞ്ഞു, താങ്കൾക്ക് റിട്ടയർ ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഇതാണ്, എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ചപ്പോൾ ആണോ എങ്കിൽ ഞാനത് സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എങ്കിൽ അത് എഴുതരൂ എന്ന് പറഞ്ഞപ്പോൾ രാത്രി ധോണി സെലക്ടർക്ക്, പ്രത്യേകിച്ച് MSK പ്രസാദിന് മെസ്സേജ് അയക്കുകയാണ് താൻ റിട്ടയർ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത്. ഒപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, വിരാട് കോഹ്ലിയുമായി തനിക്ക് സഹോദരതുല്യ ബന്ധമാണ് ഉള്ളത്, വിരാട് കോഹ്ലിയുമായി ചേർന്ന് കളിക്കാൻ താല്പര്യമാണ്, അദ്ദേഹത്തിൻ്റെ എല്ലാ വിജയത്തിലും ടീമിൻ്റെ എല്ലാ വിജയത്തിലും ഞാൻ ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞ് മാതൃകാപരമായാണ് ധോണി റിട്ടയർ ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ബഹുമാനവും അർഹിക്കുന്ന ഒരു കളിക്കാരൻ കൂടിയാണ് ധോണി എന്ന് പറഞ്ഞു. അത് വളരെ കൃത്യമായി നമുക്കറിയാം. 35 വയസ്സിലാണ് ധോണി ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത്. 2019 ഏകദിന ലോകകപ്പടക്കം കോഹ്ലിക്ക് കീഴിൽ പിന്നീട് ധോണി കളിച്ചു. 2020 ഓഗസ്റ്റ് 15 രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും ധോണി വിരമിക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലായി ക്രിക്കറ്റ് ലോകം ഇന്ന് അത് ചർച്ച ചെയ്യുന്നുമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഒരുപാട് വാർത്തകൾ. അഡിയാല ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാനെ അടുത്ത 2 മാസത്തിനുള്ളിൽ ഇസ്ലാമാബാദിലെ പുതിയ ജയിലിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ പാക് മന്ത്രി മുഹസിൻ നഖ്വിയുടെ പ്രഖ്യാപനം.
നിലവിൽ അനാരോഗ്യം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇമ്രാൻഖാന് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് നിർമ്മാണം പൂർത്തിയായി വരുന്ന പുതിയ ജയിലിലേക്ക് അത്യാധുനിക മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്ന വിശദീകരണം പാക് സർക്കാർ നൽകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ ഇമ്രാൻഖാന്റെ ആരോഗ്യനില സംബന്ധിച്ച് വലിയ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇസ്ലാമാബാദിലെ കോടതിയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചതെന്നതിനാൽ അദ്ദേഹത്തെ തലസ്ഥാനത്ത് ജയിലിലേക്ക് തന്നെ മാറ്റാനാണ് തീരുമാനമെന്നും നഖ്വി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അടിയാല ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ വലതു കണ്ണിന്റെ കാഴ്ചശക്തി 85% നഷ്ടപ്പെട്ടുവെന്നും ജയിൽ അധികൃതർ ബോധപൂർവം ഇമ്രാൻഖാന് ചികിത്സ നിഷേധിക്കുകയാണെന്നും കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ആ റിപ്പോർട്ടും വ്യക്തമായിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം നിലവിൽ വന്നത്. അദ്ദേഹത്തിന് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന വലിയ പരാതികൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഉയർത്തിയിട്ടുണ്ട്. കുടുംബം ഉയർത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഇത്തരമൊരു പ്രതികരണവുമായി മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇമ്രാൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ, ഒരുപാട് ആരോപണങ്ങളുമൊക്കെ ഉയരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. മുൻ പ്രധാനമന്ത്രിയാണ് ഇങ്ങനെ ജയിലിൽ കിടന്ന് നരകിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, ഇതിനു മുൻപേ നമുക്ക് ഏറ്റവും വലിയൊരു തരത്തിലുള്ള അഭ്യൂഹം വന്നിരുന്നത് ഇമ്രാൻഖാൻ മരിച്ചു എന്നുള്ള തരത്തിൽ അടിമ ജയിലിൽ നിന്ന് ഒരു അഭ്യൂഹം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ അനുയായികളും അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരും എല്ലാം ജയിൽ വളപ്പിന് പുറത്ത് തടിച്ചുകൂടുന്ന ഒരവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സ്ഥിതിയെ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമ്രാൻഖാൻ്റെ സഹോദരിമാർ സുപ്രീം കോടതിയിൽ, പാകിസ്ഥാൻ്റെ സുപ്രീം കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചത്. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു അമിക്കസ് ക്യൂരിയെ നിയോഗിച്ചിരുന്നു. ഈ അമിക്കസ് ക്യൂരി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില, ഇമ്രാൻഖാൻ്റെ ആരോഗ്യനില അത് അതീവ ഗുരുതരമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ, സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് റൂമറുകളും അതുപോലെ തന്നെ സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളുമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അത് മോശമാണ് എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ചശക്തി അത് 85% നഷ്ടപ്പെട്ടുവെന്നും ഈ അടിമ ജയിലിലെ അധികൃതർ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കുകയാണെന്നും ഇത് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ക്രൂരതയാണെന്നും എന്നുള്ള തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ എല്ലാം പുറത്തു വന്നിരുന്നു. ഇതോടെ അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ അടക്കം നേരത്തെ നിശ്ചയിച്ചിരുന്ന അതേ ആരോപണങ്ങൾ അതിപ്പോൾ ശരിയാണെന്ന് കൂടി തെളിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരിമാരിൽ ഒരാളായിട്ടുള്ള അലീമ ഖാൻ, അവർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ പാകിസ്ഥാൻ ചീഫ് ജസ്റ്റിസിന് ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. അപ്പോൾ ഈ അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ അടുത്തിടെ ഉത്തരവിറക്കി. ഇത് കാരണം ഇമ്രാൻഖാൻ്റെ അദ്ദേഹത്തിൻ്റെ മക്കളോട് സംസാരിക്കാൻ അനുവാദം ലഭിച്ചിരുന്നു. 20 മിനിറ്റാണ് ഇമ്രാൻഖാൻ തൻ്റെ മക്കളോട് സംസാരിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഇപ്പോൾ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് സംബന്ധിച്ച് അലീമ ഖാൻ പറയുന്നത് ഇമ്രാൻഖാൻ ഇപ്പോൾ മക്കളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സന്തോഷവാനാണ് എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായി തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ മന്ത്രാലയത്തിൻ്റെ, ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു വിശദീകരണം എന്ന് പറയുന്നത് ഇമ്രാൻഖാനെ ഇസ്ലാമാബാദിലെ ജയിലിലേക്ക് മാറ്റും എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നത് ഇസ്ലാമാബാദിലെ കോടതിയിലാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് നിലവിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്ലാമാബാദിൽ നിലവിൽ പണികഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജയിലിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള ചികിത്സ ലഭ്യമാക്കാനാകും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ 2 ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാമാബാദിലെ ജയിലിലേക്ക് മാറ്റുന്നത് എന്നാണ് പാകിസ്ഥാനിലെ ഈ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വിശദീകരണം. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നത് ഇമ്രാൻഖാനെ എത്രയും വേഗം ജയിലിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ ഇസ്ലാമാബാദിൽ തന്നെയുള്ള ഷിഫ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൽ വെച്ച് വിശദമായിട്ടുള്ള ചികിത്സകൾ നൽകണം. ഇമ്രാൻഖാൻ്റെ പേഴ്സണൽ ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെയും അതുപോലെ തന്നെ മറ്റ് വിദഗ്ധരുടെയും നേതൃത്വത്തിലുള്ള ചികിത്സ അദ്ദേഹത്തിന് ഉറപ്പാക്കണം എന്നതാണ് ബന്ധുക്കളുടെ ആവശ്യം. എന്നാൽ ഇത് സംബന്ധിച്ച് പാകിസ്ഥാൻ സർക്കാർ ഇതുവരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ടില്ല. പാകിസ്ഥാനിലെ ഈ ആർമിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില കുറ്റകൃത്യങ്ങൾ, അതുപോലെ ചില അഴിമതികൾ, ഇതെല്ലാം ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചതിന് ശേഷമാണ് ഇമ്രാൻഖാനെതിരെ പെട്ടെന്ന് അദ്ദേഹത്തിന് പേരിലുള്ള കേസുകൾ ഉയർന്നു വരുന്നതും അദ്ദേഹം തുടർന്ന് ജയിലിലാകുന്നതും. പാകിസ്ഥാനിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ
ഈ പാകിസ്ഥാനിലുള്ള തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ അട്ടിമറികൾ നടന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം ഉയർന്നിരുന്നു. ഇമ്രാൻഖാൻ്റെ പാർട്ടി എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ശക്തമായ ഒരു പ്രതിപക്ഷ പാർട്ടിയാണ്. അവരുടെ അനുയായികൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചതിനെതിരെ ഉയർത്തുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ഇത്ര ഗുരുതരമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് അത് സർക്കാരിനെ കൂടി പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ അപകടത്തിലാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള, ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉൾപ്പെടെ സംഭവിച്ചതിന് സമാനമായിട്ടുള്ള വലിയ ഒരു അട്ടിമറിയിലേക്ക് ഉൾപ്പെടെ കടക്കുമോ എന്നുള്ള ഭീതിയും പാകിസ്ഥാൻ സർക്കാരിന് തീർച്ചയായും ഉണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. ഇന്നലെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഒന്നാണ് സുന്നി ഐക്യം. ഇന്നലെ വൈകുന്നേരം അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രമേയം സുന്നി ഐക്യത്തിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നാണെങ്കിൽ പോലും അത്ര എളുപ്പമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പിളർപ്പിൻ്റെ ചരിത്രമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഓർമ്മിപ്പിക്കുന്നത്. ഐക്യത്തിന് ശ്രമം തുടരുമെന്ന് പ്രമേയമുണ്ടെങ്കിൽ പോലും പിളർപ്പ് എങ്ങനെ ഉണ്ടായെന്നും ആ സാഹചര്യങ്ങൾ എന്തായിരുന്നുവെന്നും വിശദീകരിക്കുകയാണ് അദ്ദേഹം കാന്തപുരം ചെയ്തത്. കാരണം താനിപ്പോഴും സമസ്തയാണ്, വിട്ടുപോയവർ മടങ്ങി വരണമെന്നൊക്കെയുള്ള ആഹ്വാനം ചെയ്യുമ്പോൾ ഞങ്ങളാരും വിട്ടുപോയിട്ടില്ല, ഞങ്ങളൊക്കെ സമസ്തയിലാണ് എന്ന് അതിരൂക്ഷമായ ഭാഷയിൽ കാന്തപുരം പ്രതികരിക്കുകയും ചെയ്തു. ഇതൊന്നും പുതിയതായി മെമ്പർഷിപ്പ് എടുത്തവർക്ക് അറിയില്ല എന്നുള്ള മറുപടി വരുമ്പോൾ അത്ര അടുത്തല്ല ഐക്യം എന്ന് വേണം കരുതാൻ. ആദ്യം കാന്തപുരത്തിന്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. തങ്ങളവർകളും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത്. CB അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, നമ്മൾ ഇന്നലെ ഈ സമയത്ത് ചർച്ച ചെയ്യുമ്പോൾ ഐക്യം അത് എത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ രണ്ടുപേരും സംസാരിച്ചത്. പക്ഷേ കാന്തപുരത്തിൻ്റെ വാക്കുകൾ അതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട്. ഞങ്ങൾ പുറത്തു പോയിട്ടില്ല, ഞങ്ങളിപ്പോഴും സമസ്തയാണ്. ആരാണ് ഈ സമസ്ത എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. വിട്ടുപോയവർ മടങ്ങി വരണമെന്നല്ല പറയേണ്ടത് എന്നും പറഞ്ഞു വെക്കുമ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല, സുഗമമല്ല എന്ന് മനസ്സിലാക്കേണ്ടേ? പ്രമേയം ഐക്യത്തിന് വീണ്ടും ആഹ്വാനം ചെയ്യുമ്പോഴും വളരെ പ്രമേയവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അത് രണ്ടും വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, പ്രമേയം മാത്രം വായിക്കുമ്പോൾ സമസ്ത ഈ ചർച്ചകൾക്കെല്ലാം ഓപ്പൺ മൈൻഡായിട്ട് തുറന്ന കൈകളോടെ ഇതിനെ സ്വീകരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, പ്രമേയാവതരണത്തിന് മുമ്പുള്ള വാക്കുകളും അതിനുശേഷം രാത്രി 8 മണിയോടെ നടത്തിയ രണ്ടാമത്തെ പ്രസംഗത്തിലെ വാക്കുകളും ഇത് കൃത്യമായി സൂചിപ്പിക്കുന്നു. ഐക്യം എന്നുള്ളത് സാധ്യമല്ല അത്ര എളുപ്പത്തിൽ ഇത് തന്നെയാണ്. എന്തുകൊണ്ട് ഈ ഒരു പിളർപ്പുണ്ടായി എന്ന കാര്യമാണ് അദ്ദേഹം ആദ്യം ഈ പ്രമേയാവതരണത്തിന് മുൻപ് സംസാരിച്ചപ്പോൾ പങ്കുവച്ചത്. ഒന്ന്, ഐക്യം ഉണ്ടായിരുന്ന കാലത്ത് ഐക്യപ്പെടൽ എന്ന് പറഞ്ഞ് അനൈക്യം ഉണ്ടാക്കുകയായിരുന്നു ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ 1989 രാഷ്ട്രീയ ആ സാഹചര്യങ്ങൾ, അതായത് സമസ്ത ഒരു വിഭാഗത്തിൻ്റെ കൂടെ മുജാഹിദ് വിഭാഗക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരെയും ലീഗുകാരും എല്ലാം ഒന്നിച്ചു കൂട്ടിയുള്ള ഒരു സംയുക്ത നീക്കം നടത്തിയതിൻ്റെ ആ ചരിത്രം ഓർമ്മിപ്പിച്ചാണ് അദ്ദേഹം അന്നത്തെ അനൈക്യത്തിൻ്റെ കാര്യം തുറന്നു പറഞ്ഞത്. തുടർന്ന് 8 മണിക്ക് അദ്ദേഹം രണ്ടാമത് സംസാരിച്ചപ്പോൾ സമസ്തയിൽ നിന്ന് പോയവർ തിരിച്ചെത്തണമെന്ന ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാക്കുകൾക്ക് ഒരു മറുപടി നൽകിയത് ഞങ്ങൾ സമസ്ത തന്നെയാണ്. ഒരു അസംബ്ലിയിൽ നിന്നോ പാർലമെൻറ്റിൽ നിന്നോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചർച്ചകളിൽ പോകുന്നതിനെ തുടർന്ന് MLA സ്ഥാനമോ ജനപ്രതിനിധി സ്ഥാനമോ നഷ്ടമാവുന്നില്ല. ഞങ്ങളിപ്പോഴും അതുപോലെ തന്നെയാണ്, ഞങ്ങൾ സമസ്ത തന്നെയാണ്. പുതുതായി മെമ്പർഷിപ്പ് എടുത്തവർക്ക് അത് മനസ്സിലാകില്ല എന്ന് പറയുന്നത് കൃത്യമായിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കുള്ള മറുപടിയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ മുമ്പേ സമസ്തയിൽ അംഗമാണ്, ഞാൻ മുമ്പ് സമസ്തയുടെ ഭാഗമായിട്ടാണ്, ഇപ്പോഴും അതേപോലെ നയിക്കുകയാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പുതുതായി വന്ന ആളാണ്, പുതിയ മെമ്പർഷിപ്പ് എടുത്ത ആളാണ്, അയാൾക്ക് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ അതിരൂക്ഷമായ ഒരു മറുപടി തന്നെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഐക്യം എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്. അതിനായിട്ടുള്ള ശ്രമങ്ങൾ, ചർച്ചകൾ തുടരുക തന്നെ ചെയ്യും. നേരത്തെ ഈ ഒരു ഐക്യത്തിന് വേണ്ടി ഈ 2 മുഷാവറുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 8 പേരെ നിയോഗിച്ചിരുന്നു ചർച്ചകൾക്കായിട്ട്. ആ ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കട്ടെ, ഐക്യപ്പെടാവുന്ന രീതിയിലെല്ലാം ഐക്യപ്പെടട്ടെ. പക്ഷേ സമസ്ത, ഇപ്പോഴുള്ള AP വിഭാഗം സമസ്ത അതിൻ്റെ ആശയത്തിൽ നിന്നും അല്ലെങ്കിൽ
അതിൻ്റെ അധിഷ്ഠിതമായിട്ടുള്ള നയങ്ങളിൽ നിന്നും മറ്റൊരു മേഖലയിലേക്ക് തിരിച്ചുപോക്കുണ്ടാവില്ല, ഒന്നിച്ച് ഒരു ലയനം സാധ്യമാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഐക്യപ്പെടാവുന്ന രീതിയിലെല്ലാം ഐക്യപ്പെടാം, പക്ഷേ രണ്ടും രണ്ടായി തന്നെ നിലകൊള്ളും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളംബര സമ്മേളനത്തിലെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. നമുക്ക് മറ്റു തിരുവനന്തപുരത്ത് മോൾ ഓഫ് ട്രാവൻകൂറിൽ പോലീസ് ഉദ്യോഗസ്ഥനെ സംഘം ചേർന്ന് മർദ്ദിച്ചതിൽ FIR രജിസ്റ്റർ ചെയ്ത് വഞ്ചൂർ പോലീസ്. പുതുവത്സരാഘോഷത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതി പിൻവലിക്കാൻ തയ്യാറാകാതിരുന്നതാണ് പ്രകോപനത്തിന് കാരണം എന്നാണ് ഇപ്പോൾ FIR വന്നിരിക്കുന്നത്. പുതുവത്സരാഘോഷത്തിനിടെ ശംഖുമുഖത്ത് വെച്ച് വോളണ്ടിയേഴ്സ് ആയിരുന്ന SFI പ്രവർത്തകരുമായി പോലീസ് സംഘം ഏറ്റുമുട്ടിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് മോളിലെ സംഘർഷമെന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസ് ഉദ്യോഗസ്ഥന് മോളിൽ വെച്ച് മർദ്ദനമേൽക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് പ്രേക്ഷകർക്കായി കാണാം. ആദ്യം ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പിന്തുടർന്നാണ് 4ഓളം DYFI പ്രവർത്തകർ പ്രകോപിപ്പിക്കുന്നത്. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥനെ കയറി ആക്രമിക്കുന്നു. ആക്രമണം രൂക്ഷമായപ്പോൾ ഇയാൾ തിരിച്ചടിക്കുന്നു. സ്വാഭാവികമായും അത്തരൊരു പ്രതിരോധം ഇയാളുടെ ഭാഗത്തുണ്ടാകും. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. 6ഓളം പ്രവർത്തകരുണ്ട്. ഇവർ സംഘം ചേർന്ന് മർദ്ദിക്കുകയാണ്. ഇയാളുടെ സഹോദരിയും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സഹോദരിയും ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടാലറിയാവുന്ന ഒരു സ്ത്രീക്കെതിരെയും ഈ പോലീസ് ഉദ്യോഗസ്ഥനുമെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഡാൻ കുര്യൻ ചേരും. ഡാന്, നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത്രയും ആളുകൾ ചേർന്നാണ് അയാളെ മർദ്ദിക്കുന്നത്. പുള്ളി തിരിച്ചടിക്കുകയാണ്, വേറെ മാർഗമില്ല, പോലീസുകാരനാണ്. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്? പുതുവത്സരാഘോഷത്തിനിടെ ശംഖുമുഖത്ത് വെച്ച് പോലീസും SFI പ്രവർത്തകരും തമ്മിൽ ഒരു വാക്കേറ്റവും അത് പോലീസിന്റെ ലാത്തി വീശുന്ന നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യവുമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അന്ന് മിഥുൻ റോയ് എന്ന ഉദ്യോഗസ്ഥൻ ലാത്തി കൊണ്ട് ഒരു SFI പ്രവർത്തകനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി നേരത്തെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ആ തർക്കങ്ങളുടെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം മാൾ ഓഫ് ട്രാവൻകൂറിൽ സുഹൃത്തിനൊപ്പം എത്തിയ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ ഒരു 5ഓ 6ഓ പേരടങ്ങുന്ന ഒരു സംഘം പിന്തുടരുകയും മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് അവിടുത്തെ ഒരു കഫറ്റീരിയയിൽ വെച്ച് ഈ തർക്കങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നത്. പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പിന്തുടർന്ന് അസഭ്യം പറയുകയും അതോടൊപ്പം ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് തുടക്കത്തിലുണ്ടായത്. പിന്നീട് അത് ചെറുത്തു നിൽക്കാനുള്ള ശ്രമം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. പിന്നീട് അത് ഇയാളെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അവിടെ FIR രജിസ്റ്റർ ചെയ്യാൻ വൈകിയെന്ന ആക്ഷേപം ഇന്നലെ മുതൽ തന്നെ ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരത്തോടെ FIR രജിസ്റ്റർ ചെയ്തു. പ്രധാനമായി ഭാരതീയ ന്യായ സംഹിതയിലെ 296, 351, 2, 185, 115, 2, 118, 1 തുടങ്ങിയ വകുപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്ന ആളുമാണ് ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് കാണിച്ച് മറ്റൊരു കൗണ്ടർ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ജാമ്യമില്ലാതെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസുകാരനെതിരെ എന്ന ആക്ഷേപമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. അതേസമയം ഈ മിഥുൻ റോയിയുടെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ ഒരു ഇടപെടൽ ഈ പുതുവത്സര ദിനത്തിൽ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരത്തെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ പരാതി ഒത്തുതീർപ്പാക്കാൻ മിഥുൻ തയ്യാറാകാതിരുന്നതാണ് ഈ യുവാക്കളെ പ്രകോപിപ്പിച്ചതെന്നും ആ പ്രകോപനത്തെ തുടർന്നാണ് ഇവർ കൂട്ടം ചേർന്ന് ഇയാളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് ഉണ്ടായതെന്നുമുള്ള വിവരങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ഈ മർദ്ദന ദൃശ്യങ്ങൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു തർക്കത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കാനായി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ മിഥുൻ റോയ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തെന്ന് ഉന്നയിച്ചുകൊണ്ട് പോലീസ് സംഘടനകൾക്കിടയിൽ തന്നെ വലിയൊരു ആക്ഷേപം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് നിലവിൽ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിട്ടും ഒരു പോലീസുകാരനാണ് ഈ ആക്രമിക്കപ്പെട്ടിട്ടും അത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടായാലും എന്തുകൊണ്ടാണ് ഈ DYFI പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് മടിക്കുന്നത്? ഒരു നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തി കേസെടുക്കുക എന്ന് പറയുന്നത് പോലീസ് സേനയുടെ ആത്മവീര്യം കെടുത്തുന്ന ഒന്നാണ്, സംശയമില്ല. അത്തരത്തിൽ എന്തുകൊണ്ടാണ്? വലിയ സമ്മർദ്ദമൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. DYFIക്കാരാണ് പ്രതികൾ.
അതായത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് മിഥുൻ റോയിക്കെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്നാൽ ഈ സംഘം ചേർന്ന് ആക്രമിച്ചവർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. ഇതിൽ ഒരു വിവേചനമുണ്ടായി എന്നതാണ് ഉയരുന്ന ആക്ഷേപം. അത് ഉദ്യോഗസ്ഥർക്കിടയിലും അത്തരത്തിലുള്ള ഒരു അസംതൃപ്തി പ്രകടമാകുന്നുണ്ട്. പക്ഷേ പരസ്യമായ പ്രതികരണത്തിന് അവർ ആരും തന്നെ തയ്യാറാകുന്നില്ല. എന്നാൽ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിക്കും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇത് വിവാദമായ ഒരു സാഹചര്യം ഉണ്ടാകുകയും വാർത്തകളിൽ ഇപ്പോൾ ഇത് വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഇവരെ പിടികൂടാനുള്ള ഒരു നടപടിയിലേക്ക് വഞ്ചൂർ പോലീസ് കടക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെയുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒറ്റതിരിഞ്ഞ് പിന്നീട് ആക്രമിക്കപ്പെടുന്ന സാഹചര്യം അത് സേനയുടെ മനോവീര്യത്തെ ആകെ ബാധിക്കുന്ന കാര്യമാണ്. അത് ഇവിടെ മാത്രമല്ല തെരഞ്ഞെടുപ്പിലേക്കൊക്കെ അടുക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകാനിടയുള്ള പശ്ചാത്തലങ്ങളുണ്ട്. അവിടെ കൃത്യമായി ഇടപെടേണ്ടവരാണ് ഉദ്യോഗസ്ഥർ. അവരുടെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള നടപടികൾ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായാൽ അത് എങ്ങനെ അംഗീകരിക്കാനാവും എന്നൊരു അമർഷമാണ് പോലീസ്. ആത്മവീര്യം തകർക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു പോലീസുകാരനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ച വിഷയത്തിലാണ് ഇത്തരത്തിൽ നിസ്സാര വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത് എന്നത് ഏറെ ഗൗരവതരമായ ഒന്നായി മാറുകയാണ്. ജോസ് കെ മാണി റോഷി അഗസ്റ്റിൻ തർക്കങ്ങളിൽ ഇന്ന് കൂടുതൽ അനുനയ നീക്കങ്ങൾക്കു സാധ്യത. ഇരുവരും തമ്മിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. പാർട്ടിയിൽ തർക്കമില്ലെന്നും ഉണ്ടായത് തെറ്റായ വ്യാഖ്യാനങ്ങളെന്നും ഇരുവരും ചേർന്ന് പ്രഖ്യാപിക്കാനാണ് സാധ്യത. പാലാ രാമപുരത്തെ വീട്ടിലുള്ള റോഷി അഗസ്റ്റിൻ ജോസിനെ വീട്ടിലെത്തി കാണുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് പ്രതിപാദിക്കൽ നിൽക്കെ ഇനി വിവാദങ്ങൾ ഉണ്ടാവരുത് എന്നാണ് നേതാക്കളുടെ ധാരണ. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ശ്രീജിത്ത്, ഇത്തവണ കൂടുതൽ അയഞ്ഞത് ജോസ് കെ മാണിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പലപ്പോഴും ജോസ് കെ മാണിയുടെ പ്രവർത്തനങ്ങൾ റോഷി തൻ്റെ അനിയനാണ്, ചോരത്തിളപ്പ് കൊണ്ട് മാത്രം പറയുന്നതാണ്, തന്നോട് സ്നേഹം കൊണ്ടാണ് പറയുന്നത്, തനിക്കങ്ങ് സുഖിച്ചു റോഷിയുടെ പല വാക്കുകൾ എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ജോസ് അനുനയ നീക്കങ്ങൾ അല്ലെങ്കിൽ അത് ഒരു സമവായ ശ്രമങ്ങളിലേക്ക് ജോസാണ് കൂടുതൽ പോകുന്നതെന്ന് തോന്നുന്നു. അതിലേക്ക് റോഷിയും ഇപ്പോൾ എത്തുകയാണോ? രഞ്ജിത്ത്, അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. സാധ്യത ഉണ്ട് എന്നത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ജോസ് കെ മാണി ഇന്നു കൂടുതൽ ഈ വിഷയങ്ങളെക്കുറിച്ച് ജാഥയുടെ സമയമായതുകൊണ്ട് തന്നെ ഇന്നലെ ഒന്നും പറയുന്നില്ല. ഇന്ന് ഒരുപക്ഷെ കാര്യമായി നിങ്ങളുടെ എന്ത് ചോദ്യത്തിനും ഉത്തരം തരാം എന്ന നിലയിൽ പ്രതികരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ജോസ് കെ മാണിയുടെ പ്രതികരണം ഇന്നുണ്ടാകാനുള്ള സാധ്യതയും അവിടെ നിൽക്കുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ പള്ളിയുടെയൊക്കെ സമയം കഴിഞ്ഞ ശേഷമായിരിക്കും ഈ കരിങ്ങോഴക്കൽ വീട്ടിലേക്ക് അത്തരം നേതാക്കളോ പ്രവർത്തകരോ ഒക്കെ എത്താനുള്ള സാധ്യത സാധാരണ നിലയിൽ ഉണ്ടാകാറുള്ളത്. എന്തായാലും ഇന്നലെ റോഷി പ്രതികരിച്ചതിലും ഒരു വെടിനിർത്തൽ എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ എന്താ പറയുക, ഈ തൻ്റെ നേതാവാണ് ജോസ് കെ മാണി, എവിടെ നിന്നാലും അദ്ദേഹം ജയിക്കും എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊന്ന് തണുപ്പിക്കുന്നതാണ് കണ്ടത്. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം LDF നേതൃത്വം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടു. പ്രത്യേകിച്ച് ഇത് ഇടതുമുന്നണിയെ ബാധിക്കുന്ന ഒരു വിഷയമായി കൂടി ഉയർന്നു വരികയാണ്. മുന്നണിക്കുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി, ആ പാർട്ടിയിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കൾ, ചെയർമാനും മന്ത്രിയും തമ്മിലുണ്ടാകുന്ന ഒരു ഏറ്റുമുട്ടലാണ് ഇതിൽ വളരെ പ്രധാനമായി നിൽക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടുതൽ ചർച്ചകൾ, എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നത് സംബന്ധിച്ച് ഇനി വ്യക്തത വന്നിട്ടില്ല. ഇങ്ങനൊരു വെടിനിർത്തലുമായി തന്നെ മുന്നോട്ട് പോയാൽ മതിയോ, അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ പരസ്പരം കൂടിയാലോചനകൾ ഉണ്ടാകുമോ, കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് അല്പസമയം കൂടി കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകും. രഞ്ജിത്ത്, ഇത് എങ്ങനെ ഈ റോഷി സ്ഥിരമായി 2-3 വാർത്താ സമ്മേളനങ്ങളോട് വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടും ജോസ് കെ മാണി അതിന് വഴങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം കൂടി ഇന്നലെയൊക്കെ കേരള കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു നമ്മളോട്. തൻ്റെ നേതാവ് ജോസ് കെ മാണിയാണ്, പക്ഷേ അങ്ങനത്തെ പ്രവൃത്തിയല്ല റോഷിയുടെ ഭാഗത്തുണ്ടാകുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. അത് CPM നൽകിയ വല്ലാത്തൊരു ആത്മബലത്തിൻ്റെ പുറത്താണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ജോസിന് വഴങ്ങേണ്ടി വരുന്നത് എന്ന ചോദ്യവും സ്വാഭാവികമായും അണികൾക്കിടയിൽ ഉണ്ടാകുമല്ലോ. രഞ്ജിത്ത്, പടിവാതിൽക്ക് നിൽക്കുന്ന തെരഞ്ഞെടുപ്പ്, അതാണ് ഒരു പ്രധാന വെല്ലുവിളി. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞ ഒരു മാസം മുൻപാണ് മുന്നണി മാറ്റ ചർച്ചകൾ പാർട്ടിയിലാകെ ഉണ്ടാകുകയും ഫലത്തിൽ ജോസ് കെ മാണിയും ഒരു പറ്റം നേതാക്കളും UDFിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഉയർന്നു വരികയും ചെയ്തത്. ആ ഘട്ടത്തിൽ ഉയർന്നു വന്നൊരു പ്രധാന വിഷയം ഈ റോഷി അഗസ്റ്റിനൊപ്പം തന്നെ ഡോക്ടർ NJ രാജ്, ഇപ്പുറത്ത് പ്രമോദ് നാരായണൻ, ഈ 3 MLA മാരും റോഷിക്കൊപ്പമാണ്
എന്ന നിലയിൽ, അതായത് ജോസ് കെ മാണി എടുക്കുന്ന മുന്നണി മാറ്റ നിലപാടിനോടൊപ്പം അല്ല എന്ന നിലപാട് പുറത്തു വന്നതാണ്. അന്ന് തന്നെ ഫലത്തിൽ ഒരു മുന്നണി മാറ്റം ആകാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. പിന്നീട് ഇടതുമുന്നണിയുടെ മുതിർന്ന നേതാക്കൾക്ക് തന്നെ ജോസ് കെ മാണിക്കെതിരെയുള്ള ഒരു അവിശ്വാസം ഉയർന്നു വരുന്ന സാഹചര്യം, പ്രത്യേകിച്ച് ഇടുക്കിയിലെ CB വർഗീസിനെ പോലുള്ള നേതാക്കളുടെ ശബ്ദരേഖകൾ പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരും റോഷിയെ ജയിപ്പിക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെയും റോഷി കരുത്തുറ്റ ആളായി മാറുന്നു ഇടതുമുന്നണിയിൽ എന്നുള്ളതാണ്. അവിടെ ജോസ് കെ മാണി ചെയർമാൻ ആണെങ്കിൽ പോലും ജോസ് കെ മാണി നടത്തിയ നീക്കങ്ങളിൽ ആ മുന്നണിക്കുള്ളിൽ തന്നെ അതൃപ്തിയും അവിശ്വാസവും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഈ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായി റോഷി ഫലത്തിൽ മാറുന്നത്. നമുക്കറിയാം, ഈ ഒരു സർക്കാർ വന്നപ്പോൾ തന്നെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടപ്പോൾ തന്നെ തൊട്ടിപ്പുറത്ത് റോഷി അഗസ്റ്റിൻ ഒരു അധികാര കേന്ദ്രമായി മാറുമോ എന്ന തർക്കങ്ങൾ ഉണ്ടായിരുന്നു, എന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയർമാൻ വഴിയാണ് മന്ത്രിയിലേക്ക് പോകേണ്ടത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ ഇവിടെ എത്തി ജനങ്ങൾ ചെയർമാൻ വഴി മന്ത്രിയെ കാണുന്ന നിലയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയതാണ്. അതാണ് ഈ ഒരു അവസാന ഘട്ടത്തിൽ അത് തിരിഞ്ഞു മറിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. അതിന് ഈ പറഞ്ഞതുപോലെ ഈ റോഷി അഗസ്റ്റിൻ മാത്രമല്ല കാരണം, ജോസ് കെ മാണി ഉൾപ്പെടെ നടത്തിയ ചില നീക്കങ്ങൾ അത് വിജയം കാണാതെ വരികയും അത് മുന്നണിയിലെ മുഴുവൻ പാർട്ടിയിലെ മുഴുവൻ MLA-മാരുടെയും വിശ്വാസത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ടതാണ് അവിടെ വലിയ പ്രതിസന്ധിയായി മാറിയത് എന്നുള്ളതാണ് എടുത്ത് കാണാൻ സാധിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചതിന് ആലിൻ ഷെറിന് വിട നൽകാൻ കേരളം. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയും 4 പേരിലൂടെ ജീവിക്കുകയും ചെയ്യുന്ന ആലിന് ഇന്ന് സംസ്കാരമാണ്. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലെത്തിച്ചു. ഇന്ന് 2 മണി വരെ പൊതുദർശനമുണ്ടാകും. മന്ത്രിമാരടക്കം പങ്കെടുക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, ഇപ്പോൾ മാതാപിതാക്കളൊക്കെ ആലിൻ്റെ ഭൗതിക ശരീരത്തിനടുത്ത് കാണാം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? എത്രത്തോളം ദുഃഖത്തിലാണ് ആ നാട്? രഞ്ജിത്ത, ഈ വീട്ടിലേക്ക് 100 കണക്കിന് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആലിനെ അഡ്രസ്സ് ചെയ്യുന്നത് കുഞ്ഞുമാലാഖ എന്ന് തന്നെയാണ്. ശരിക്കും 4 കുഞ്ഞുങ്ങൾക്ക് പുതുജീവിതമേകി അങ്ങനെ 10 മാസം കൊണ്ട്, അതായത് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവെന്ന ചരിത്രം എഴുതിക്കൊണ്ടാണ് ആലിൻ വിടവാങ്ങുന്നത്. മല്ലപ്പള്ളിയിൽ വെച്ചിട്ടുണ്ടായ, കോട്ടയത്ത് പള്ളത്ത് വെച്ചിട്ടുണ്ടായ അപകടത്തിൽ വെച്ചിട്ടാണ് ആലിന് ഗുരുതരമായി പരിക്കേൽക്കുന്നതെന്ന് തുടർന്ന് തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലെ ആശുപത്രികളിൽ നിന്നും ഗുരുതരാവസ്ഥയോടെ തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും അങ്ങനെയാണ്. അവിടെ വെച്ചിട്ടാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതെന്ന് തുടർന്ന് ആലിൻ്റെ മാതാപിതാക്കൾ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ ശരീരം അവയവദാനത്തിന് തയ്യാറാണ് എന്നുള്ള തരത്തിലേക്ക് ആലിൻ്റെ മാതാപിതാക്കൾ പെട്ടെന്ന് തീരുമാനമെടുക്കും. തീരുമാനമാണ് ഇപ്പോൾ അഭിനന്ദനാർഹമായി മാറിയിരിക്കുന്നത്. കുഞ്ഞാലിൻ്റെ ദൗത്യം തന്നെ ഈ 10 മാസത്തിനുള്ളിൽ അത് തന്നെ ആയിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ വേണം. കാരണം ഈ നമ്മൾ പറയുമ്പോൾ മാലാഖ എന്ന് പറയുന്ന ഒരു കാൽപ്പനിക സങ്കല്പമാണെങ്കിൽ കൂടി അതിലൊക്കെ കുറച്ച് ശരികളുണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലേക്കാണ് കുഞ്ഞ് മാലാഖ ആയി മാറിയിരിക്കുകയാണ്. ആലിൽ എന്ന് പറയുന്ന 10 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ് സംസ്ഥാനത്തിൻ്റെ, കേരളത്തിൻ്റെ ഒക്കെ വേദന പടർത്തിക്കൊണ്ടാണ് ആ കുഞ്ഞ് കടന്നു പോകുന്നത്. നമുക്ക് കാണാം, മൃതശരീരത്തിനടുത്ത് ബന്ധുക്കളിരിക്കുന്നുണ്ട്. അവിടുത്തെ പൊതുദർശനത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ആ ഒരു അതിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. 2 മണി വരെയാണ് വീട്ടിലെ പൊതുദർശനം തുടരുക. അതിനുശേഷമായിരിക്കും നെടുങ്ങാടപ്പള്ളി സെന്റ് ജോസഫ് പള്ളിയിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവിടേക്ക് ആലിനെ കൊണ്ടുപോകും. തുടർന്ന് അവിടുത്തെ ശുശ്രൂഷകൾക്ക് ശേഷം വരും 3:30 ആയിരിക്കും സംസ്കാരം തുടങ്ങുക. എന്തായാലും ഇന്ന് രാവിലെ തന്നെ ആശുപത്രിയിൽ, അതായത് മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ പൊതുദർശനം തുടങ്ങിയത്. അവിടുന്ന് ശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിലും ഇപ്പോൾ പൊതുദർശനവും മറ്റു ശുശ്രൂഷ ചടങ്ങുകൾക്ക് ശേഷമാണ് വീട്ടിൽ പൊതുദർശനം തുടങ്ങിയത്. ഇപ്പോൾ വീട്ടിൽ പൊതുദർശനം നടക്കുന്നതാണ്. 100 കണക്കിന് ആളുകളാണ് ആലിനെ കാണാൻ വേണ്ടി എത്തിയത്. പല ആളുകളും കേട്ടറിഞ്ഞു വന്നവരാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തങ്ങളുടെ നാടിന് അഭിമാനമായി മാറിയ ഒരു കുഞ്ഞിനെ കാണാൻ, അവസാനമായ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയവരാണ് ഏറെ ആളുകളും.
എല്ലാ ആളുകളിലും ഈ പറയുന്നത് പോലെ ഒരു പക്ഷെ എനിക്കും രഞ്ജിത്തിനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആ ഒരു തീവ്രമായ വേദനയുണ്ടാകും. കാരണം നമ്മളെ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു ഒരു ചെറിയ കുട്ടിയെ പോലെ തന്നെ ആലിൻ മാറിക്കഴിഞ്ഞു. എല്ലാ ആളുകൾക്കും പ്രിയപ്പെട്ട സ്വന്തം വീട്ടിലെ ആളെ പോലെ തന്നെ ആലിൻ മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അത്തരത്തിലുള്ള വികാര നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് എല്ലാവരുടെയും മാനസികാവസ്ഥയൊക്കെ അതൊക്കെ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ശരിക്കും ഒരു വല്ലാത്തൊരു ഒരു അവസ്ഥയാണ് ശരിക്കും ഇവിടെ നമുക്ക് ഓരോ ആളുകളിലും കാണാൻ കഴിയുന്നത്. എല്ലാവർക്കും പറയാനുള്ളതൊക്കെ തന്നെ കുഞ്ഞുമാലാഖ എന്ന് തന്നെയാണ് എല്ലാവരും അതിനെ അഡ്രസ്സ് ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും മന്ത്രിമാരടക്കമുള്ള ആളുകൾ പൊതുദർശനത്തിലെത്തും. സംസ്ഥാന സർക്കാർക്ക് അടപ്പുണർ നൽകി തന്നെയായിരിക്കും അല്ല സംസ്കാരം നടത്തുക. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന് പറയുമ്പോൾ 4 കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആലിൻ പൊതുജീവിതം ഏകിക്കഴിഞ്ഞു. ദൗത്യം തന്നെ അതാണ് എന്നുള്ള നിലയിലാണ് ശരി. കുഞ്ഞാലിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് നാട്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് കുഞ്ഞിന് ആദരമർപ്പിക്കുന്നത്. ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് 9 മണി വാർത്ത പൂർണ്ണമാകാനുള്ള സമയമായി. അല്പസമയത്തിനകം ന്യൂസ് ട്രെൻഡ്സ് TG സജിത്ത് ചേരും.